Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് wix.com ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു തീം സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് wix.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുക്കുക. ഇതിൽ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഫുഡാണോ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ ഫുഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. അതുപോലെ തന്നെ ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ ട്രാവൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ വരും. അപ്പോൾ അത് നമ്മുടെ പ്രൊഫഷൻ ഏതാണോ അതിനനുസരിച്ച് നമ്മളിവിടെ സെർച്ച് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രാഫിക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമ്പർ ഓഫ് പേജസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ഇവിടെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇവിടെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് വന്ന് ചൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും പ്രിവ്യൂ. നമുക്കിവിടെ ഓരോ പേജും ഇതിന് വ്യൂ ഡെമോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെമോ പേജ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാവും വരിക. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം ഇതിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ തീമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ എഡിറ്റ് സൈറ്റ് കൊടുക്കുക. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് വേറെ തീം വീണ്ടും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീണ്ടും ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു തീം സെലക്ട് ചെയ്യാം. വ്യൂ കൊടുക്കുക, ഇവിടെയും ഡെമോ കൊടുക്കുക. ഇത് ഞാൻ ആദ്യം എനിക്കൊരു വെബ്സൈറ്റ് ഞാൻ ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തീം എന്ന് പറയുന്നത് ഈ ഒരു തീമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. എത്ര പെർസെൻറ്റേജ് നമ്മളതിൽ നമുക്കതിൽ നോളജ് ഉണ്ട് അതിവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ഓരോന്നും കാണാൻ കഴിയും. വിക്സ്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇതിലൊക്കെ നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ഇതാണ്. നമുക്ക് നമ്മുടെ അറിയുന്ന സോഫ്റ്റ്വെയർസ് നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്ക് അറിയാമെന്നുള്ളത് കറക്റ്റോടെ കൊടുക്കാൻ കഴിയും. കാണുന്നവർക്കും നല്ലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഇതിന് മുമ്പ് ഞാനത് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഇവിടെ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു തീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു തീം നമുക്കിവിടെ എഡിറ്റ് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു തീം സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു പോർട്ട്ഫോളിയോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ്, ഒരു ബ്ലോഗ് പേജ് അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡെമോ ഇതിൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഡെമോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് എല്ലാം ഇതിൽ നമുക്ക് ഇവിടെ ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ ഫോട്ടോഗ്രാഫി ടൈപ്പ് ചെയ്താൽ അവിടെ ഓൾറെഡി വരും ഫോട്ടോ സ്റ്റുഡിയോ. ഇതൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. നമ്മൾ ജസ്റ്റ് ഏതാണ് നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. സെയിം വ്യൂ ഡെമോ കൊടുക്കുക. നമുക്ക് ഫുൾ ഡെമോ കിട്ടും. ഇതിൻ്റെ നമ്മൾ എന്തൊക്കെ പേജ് അവൈലബിൾ ആയിട്ടുണ്ട്,
എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് എല്ലാം നമുക്ക് ഈ ഒരു ഡെമോയിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യാം, അതുപോലെ തന്നെ ട്വിറ്റർ ലിങ്ക് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യാം. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാം. അതിനൊക്കെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു തീം ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് തീം സെലക്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് എന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ട് മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.